മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ ലൈഫ്, ഇതൊക്കെ നമ്മളെ ഏറെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ മാനേഴ്സ്, ഡിജിറ്റൽ ലിറ്ററസി, ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ ധാരണകളുണ്ടെങ്കിലും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ചില ആളുകളുണ്ട്. ഇതൊരു മാനസിക വൈകല്യമാണോ? ഇതിനെക്കുറിച്ചായാലോ ഇന്നത്തെ ചർച്ച? ശരിക്കും ടീച്ചർ പറഞ്ഞ പോലെ ഈ സൈബർ ലിറ്ററസി അല്ലെങ്കിൽ ഡിജിറ്റൽ ലിറ്ററസി മാനേഴ്സൊക്കെ നമുക്കുണ്ടെങ്കിലും ഒരു ബുള്ളിങ് എന്ന് പറയുന്ന, അതായത് പതിയിരുന്ന് ഇങ്ങനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളുടെ ഇടയിൽ കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് തോന്നി. കാരണം ഞാനിത് പറയാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ കുറച്ച് പ്രൊഫഷണൽസ് ഉള്ളവരുടെ മീറ്റിങ്ങിൽ സംസാരിച്ചപ്പോഴത്തേക്കും മനസ്സിലായ കാര്യം, ഇപ്പോൾ അഡോളസെൻസ് ആൻഡ് യങ് അഡൾട്ട്സ് ഒത്തിരിയേറെ വിഷമിക്കുന്നൊരു കാര്യം വീട്ടിൽ നിന്നുണ്ടാകുന്ന അവർക്ക് കൊടുക്കുന്ന അച്ചടക്കത്തിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങളല്ല. കൂടുതലായിട്ടും അവർക്ക് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങളാണ് കുട്ടികളെ ഇപ്പോൾ കൂടുതൽ ആൻഷ്യസ് ആക്കുന്നതും അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കും മാനസിക ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതായിട്ട് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ബൈ ലോ അതൊരു തെറ്റാണ്. പക്ഷേ അതിലൊക്കെ ഇതിങ്ങനെ ചെയ്യുന്ന ആളുകളുടെ മനസ്ഥിതിയെക്കുറിച്ച് നമ്മളൊന്ന് അവലോകനം ചെയ്ത് കഴിയുമ്പോൾ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിലുള്ള ഒരു മാനസിക വൈകല്യമാണ് അത് കാണിക്കുന്നത്. കാരണം എനിക്ക് ഇപ്പോൾ ഒരു കമൻറ്റുകൾ, ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടു, അതിന് കമൻസുകൾ കൊടുക്കുക, അല്ലെങ്കിൽ അതിന് ഫീഡ്ബാക്കുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണ്. കൃത്യമായിട്ടൊരു പരിപാടി കണ്ടതിന് ശേഷം ഓക്കെ, ഈ പരിപാടി ഇങ്ങനെ ആയിരിക്കുന്നു, ഇത് നല്ലതാണ്, അല്ലെങ്കിൽ ഇത് ഇന്നൊരു ഭാഗം നിങ്ങൾ പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ഭാഗം പറഞ്ഞപ്പോൾ ഇന്നത് കൂടി കൂട്ടിച്ചേർക്കണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദാറ്റ് ഈസ് വെരി ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. പക്ഷെ അതുമായി ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും കമന്റ്സിൽ നമ്മൾ കാണുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പം ഞങ്ങളിങ്ങനെ അവലോകനം ചെയ്തു വന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കുറച്ച് പേര് പറഞ്ഞ ചില അഭിപ്രായങ്ങളാണ് അത് റീച്ച് കൂടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. കാരണം അതിൻ്റെ അകത്തൊരു നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും അത് അടുത്തയാൾ എടുക്കുന്നു. അപ്പോൾ അതിലേക്ക് കടന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ പോയിക്കോട്ടെ, കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ, പക്ഷേ ഇത് മാനസികമായിട്ട് സമ്മർദ്ദം ചെലുത്തി ചില ആളുകൾ ഞങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവരുടെ അടുത്ത് ഒരു ട്രീറ്റ്മെൻറ്റ് തേടി അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൻഷൻ തേടി വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് ഇത് എത്രമാത്രം ഹാനികരമായിട്ട് മാറുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ സൈബർ ബുള്ളിങ് എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിൽ നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. അപ്പം നമുക്കറിയാം അടുത്തിടെയൊക്കെ നടന്ന ചില കുട്ടികളുടെ കുറ്റകൃത്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികൾ തന്നെ ഒരു ആത്മഹത്യയിലേക്കൊക്കെ കടന്നുപോയ കാര്യങ്ങളൊക്കെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലായിരിക്കുന്നത് അവർക്ക് ഇതേപോലെയുള്ള ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ കിട്ടിയ റിജക്ഷനാണ്. ഓക്കെ, അപ്പം അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു. പണ്ട് നമ്മൾ ചില വാർത്തകൾ ഒക്കെ അറിയുന്നത് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന്, പത്രങ്ങളിൽ നിന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഓരോ വാർത്തയെയും പല രീതിയിലും വളച്ചൊടിച്ച് പല രീതിയിലേക്ക് ആക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ചില സമയങ്ങളിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തെ ഒരു തരി പോലും ബന്ധമില്ലാത്ത രീതിയിലാണ് അത് വന്നു പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഒരു സൊസൈറ്റി കുറച്ചുകൂടിയൊക്കെ കോൺഷ്യസ് ആയിട്ട് നിൽക്കേണ്ടതായിട്ട് ഒരു കാര്യമുണ്ട്. കാരണം ഇതെങ്ങനെയാണ് വരുന്നത്? അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ കാര്യങ്ങൾ പടർന്നു, അതിന് ഒത്തിരി വ്യൂവേഴ്സ് ഉണ്ടായി, അല്ലെങ്കിൽ ആ പറഞ്ഞ ഒരു കാര്യത്തിന് കുറേ പേര് അതിന് ഒരു ഫേവറായിട്ട് കമൻറ്റ് ചെയ്തു എന്നോർത്തുകൊണ്ട് ഒരു കാര്യം ശരിയായി തീരണമെന്നില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, ഒരു വസ്തുതാപരമായിട്ടുള്ളൊരു മാറ്ററിൻ്റെ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം അല്ലെങ്കിൽ അതിൻ്റെ സത്യം, വാട്ട് ഈസ് ദ ട്രൂത്ത്, ഒരു ട്രൂത്ത് അവിടെ ഉണ്ട്. ആ ട്രൂത്തിനെ നമ്മൾ വേറെ രീതി വളച്ചൊടിച്ചിട്ട് ആ ട്രൂത്ത് അല്ലെ സത്യത്തെ സത്യമല്ലാതാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ശരിക്കും പൊതുജനത്തെ നമ്മൾ വിഡ്ഢിയാക്കിയാണ് ചെയ്യുന്നത്. ചിലരിൽ നമ്മൾ പലപ്പോഴും ഈ അടുത്തിടെ വായിച്ചിട്ടുള്ള ചില വാർത്തകളുണ്ട്, ആത്മഹത്യയിലേക്ക് വരെ എത്തിച്ച ചില വാർത്തകൾ
അല്ലേ? അപ്പോൾ അതൊക്കെ അപ്പൊ അത് തീർച്ചയായിട്ടും എത്രമാത്രം നമ്മുടെ നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയെ, അല്ലെങ്കിൽ നമ്മുടെ മനോഭാവങ്ങളെ നമ്മൾ മാറ്റുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് എനിക്ക് വന്നൊരു കേസിൽ ഞാനൊരു BDS വിദ്യാർത്ഥിനി മാനസികമായിട്ട് വളരെ തളർന്നു, ഒരു ആത്മഹത്യയുടെ വക്കിലെത്തുമ്പോഴാണ് മാതാപിതാക്കൾ കൊണ്ടുവരുന്നത്. അപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു വന്നപ്പോഴത്തേക്കും മനസ്സിലായത്, ഇവർ പോസ്റ്റ് ചെയ്ത ഒരു ഒരു പ്രോഗ്രാമിന് ഒരു വളരെ വൾഗറായിട്ടുള്ള ഒരു കമൻറ്റ് ഇട്ടു, ഒരു റിപ്ലൈ ഇട്ടു. അപ്പോൾ അതിൻ്റെ പേരിൽ വേറെ കുറേ പേര് ഇട്ടു. അതിനുശേഷം ഇവരുടെ കയ്യിൽ നിന്ന് അത് പോവുകയാണ്. ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇതിന് അശ്ലീലകരമായിട്ടുള്ള ഇതിടുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്ക് ഇതൊരു മാനസികമായിട്ട് ഒത്തിരി വിഷമം വന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു നല്ലൊരു ഫ്രണ്ട് ഒരു സൈബർ ക്രൈമിൽ, ഒരു സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അതൊരു കുറച്ച് നിയമപരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു. അങ്ങനെ കണ്ടുപിടിച്ച് വന്നപ്പോഴത്തേക്കും മനസ്സിലായൊരു കാര്യം, ഈ കുട്ടിയുടെ ഏറ്റവും അടുത്തൊരു ബന്ധു തന്നെയാണ് ഒരു ഫേക്ക് ID വെച്ചുകൊണ്ട് ചുമ്മാതെ ഇവർക്കെതിരെ, അതായത് നമ്മൾ പറയുന്ന ഒരു അസൂയയുടെ പേരിൽ, ഇവരങ്ങനെ അങ്ങോട്ടേക്ക് ഇതായി പോകേണ്ട അസൂയയുടെ പേരിൽ വേറെ ഫേക്ക് ID വെച്ചുകൊണ്ട് ഇദ്ദേഹമാണ് ആദ്യത്തെ പോസ്റ്റ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹം തന്നെ അടുത്ത വേറെ ഒരു ഫേക്ക് ID വെച്ചുകൊണ്ടാണ് അടുത്തൊരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നത്തെ നമ്മൾ പറയുന്നത് പതുക്കെ അതിനൊരു തീയിടാനും അതിനുശേഷം അതിനൊരു പെട്രോൾ ഒഴിക്കാനും പിന്നീട് അതിനെ കെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യാനും പിന്നെ കത്തിക്കാനും ഒക്കെ വന്നത് ഈ ഒരു വ്യക്തിയാണ്. അപ്പം ഇദ്ദേഹമാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞപ്പോഴത്തേക്കുമാണ് ഈ കുട്ടി കൂടുതലായിട്ട് ഡൗൺ ആയി പോയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു ലീഗലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് അവർ പോയി. അങ്ങനെ ചോദിച്ചു പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് ഈ അദ്ദേഹം പറയുന്നത്, എനിക്ക് അവൾ ഇതൊക്കെ ചെയ്യുന്നതിനോട് കുശുമ്പ് തോന്നി, അസൂയ തോന്നി. നമ്മൾ അങ്ങനെയുള്ള അസൂയയെ നമ്മൾ പറയുന്നത് പത്തോളജിക്കൽ ജലസ് എന്നാണ്. അതായത് ഒരാളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന അവരുടെ ചില സമ്മർദ്ദങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒരു മാർഗമായിട്ടും. ശരിയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള കമന്റ്സുകളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവരുടെ ഉള്ളിലെ പ്രൊജക്ഷൻ തന്നെയാണ് ഇത് വരുന്നത്. കാരണം അവർക്കുണ്ടാകുന്ന മാനസിക വിഭ്രാന്തികൾ അവരൊരു രീതിയിൽ അവരുടെ ഫ്രസ്ട്രേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള പോസ്റ്റുകളിലേക്ക് ഇടുന്നു, അശ്ലീലമായിട്ട് കമൻറ്റുകൾ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ധാർമ്മിക ബോധം ഇന്നത്തെ തലമുറയിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം നമ്മൾ പറയും, ഒരാളൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആ കല്ലെടുത്ത് എറിയുന്ന ശക്തി മാത്രം മതി. പക്ഷേ ആ കല്ല് ചെന്ന് പതിക്കുന്നത് വേറൊരാളുടെ നെറ്റിയിലോ കണ്ണിലോ ആണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ, അയാളുടെ വിലയേറി അല്ലെങ്കിൽ അയാൾക്കൊരു പ്രശ്നം വരികയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, നമ്മുടെ ഈ ലോകത്ത് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ചിലരൊക്കെ പറയത്തില്ലേ, നന്മ ചെയ്തില്ലേലും ഒരു തിന്മ ചെയ്യാതെ പോവുക. പക്ഷെ ഇന്നതില്ല. നമുക്ക് പൈസക്ക് വേണ്ടിയിട്ട് തിന്മയിലൂടെ പൈസ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്, ഒരിക്കലും കുറച്ച് ഒരു സോഷ്യൽ ആസ്പെക്റ്റിലേക്ക് വന്നതിന് ശേഷം അതൊരു പ്രശ്നമായി വന്നു. അതിനുശേഷം അവരെൻ്റെ അടുക്കൽ വന്നൊരു കേസിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലായത്, ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച്, ആൺകുട്ടി എന്ന് വെച്ചാൽ യുവാവാണ്, അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയുമായിട്ട് അവൻ വീട്ടുകാരറിയാതെ ഒളിച്ചോടി പോകുന്ന ഒരു രംഗമാണ്. അതിനുശേഷം വിവാഹം കഴിച്ചു എന്ന് വീട്ടുകാരെ വരുത്തി തീർത്തു, പക്ഷേ ലീഗലായിട്ട് വിവാഹമൊന്നും കഴിച്ചില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു വന്നപ്പോഴത്തേക്കും അവർ പറയുന്നൊരു കാര്യമാണ്, സിസ്റ്റർ, ഇവളുടെ ഒരു പോസ്റ്റിന്, അല്ലെങ്കിൽ അവൾക്കൊരു യൂട്യൂബ് ഒരു ഇതുണ്ട്, സൈറ്റുണ്ട്. അപ്പോൾ അവൾ ചെയ്യുന്ന പരിപാടികൾക്ക് നല്ല റീച്ചുണ്ട്. അപ്പോൾ അവൾക്ക് അതിനുള്ള ഒരു റെമ്യൂണറേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കാര്യം വരുമ്പോൾ കുറച്ച് കോൺട്രോവേഴ്ഷ്യൽ ആയിട്ടുള്ള അനുഭവങ്ങൾ വരും. അത് വെച്ച് അടുത്ത ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ, അതിലൊരു പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ നന്നായിട്ട് റീച്ച് ആവും. അപ്പോൾ നമ്മുടെ ചില വാല്യൂ സിസ്റ്റത്തെ പോലും ഹനിച്ചുകൊണ്ട് എന്തും ചെയ്യാനായിട്ട്, നമ്മൾ പറയുന്ന ഈ പ്രസിദ്ധിയോടൊപ്പം കുപ്രസിദ്ധി നേടാനായിട്ട്, പ്രസിദ്ധിയാണ് കൂടുതൽ റീച്ച് ആവുന്നത്. അപ്പൊ അങ്ങനെ ഒരു ടെൻഡൻസി നമ്മുടെ ഇന്ന് ഇപ്പൊ നമുക്കതൊരു യങ്സ്റ്റേഴ്സിന് മാത്രം ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ കുറച്ച് പ്രായമുള്ളവര് പോലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ശരിക്കും സമൂഹത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ സമൂഹത്തെ ഒരു മായ കാഴ്ചയിലേക്ക് കൊണ്ടുപോകുന്ന
ഒരു കണ്ണിൽ രീതി. പൊടിയിടാന്നൊക്കെ പറയുന്ന രീതിയിലേക്കാണ് ഇന്ന്. പിന്നെ ചിലർക്കൊക്കെ ഇത് കുറച്ച് കഴിയുമ്പോൾ കുറ്റബോധം ജനിപ്പിക്കുന്നുണ്ട്. കാരണം എനിക്കറിയാം, നമ്മുടെ ഇടയ്ക്ക് വന്നൊരു കേസ്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സിസ്റ്റർ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇതേപോലെ ഏത് പരിപാടി വന്നു കഴിഞ്ഞാലും ഞാൻ ആ പരിപാടി കാണുക, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം നിരീക്ഷിച്ചിട്ട് ഒരു നിരീക്ഷകൻ എന്ന രീതിയിലുള്ള കമൻസ് അല്ല ഞാൻ കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു കാര്യം ഞാൻ അത് അയക്കും. അപ്പോൾ വേറെ ആരെങ്കിലും അതിന് റിപ്ലൈ തരും. പിന്നെ അവിടെ അതങ്ങ് കത്തിപ്പടരും. ഇങ്ങനെ കത്തിപ്പടർന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ നല്ല ആളായിട്ട് അതിനൊരു വിസിബിലിറ്റി കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതെൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു വിഭ്രാന്തിയാണെന്നോ, അതോ എന്തോ ഒരു കാര്യം, അതായത് എന്നിലുള്ള എൻ്റെ വ്യക്തിത്വത്തിന് അത് കുറച്ച് വികലതകൾ തരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് തോന്നി ഇത് ഞാൻ ആരോടെങ്കിലും അത് ഏറ്റുപറഞ്ഞ് അത് എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന് ഒരു അതിനുള്ളൊരു പ്രതിവിധി ഞാൻ എടുക്കേണ്ട കാലമായി. അപ്പം ഞാൻ ചോദിച്ചു, ഇങ്ങനെയുള്ള മറ്റുള്ളവരെ അറിയാമോ? അറിയാം. ഇതൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നവർ പോലും ഉണ്ട്. എന്നിട്ട് കുറേ അധികം ഫേക്ക് ഐഡികൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫേക്ക് ഐഡിയിൽ നിന്ന് അവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ കാഴ്ചക്കാരായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് കൺസ്യൂം ചെയ്യുന്ന ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ എല്ലാവരും പൊട്ടന്മാരല്ല. അതെ. അതുപോലെ തന്നെ നല്ലൊരു പ്രോഗ്രാമിന്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് എഡിറ്റ് ചെയ്ത് അതിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുവാണെങ്കിൽ ഇത് ഓരോരുത്തരും അവനവനെ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവരിലുള്ള ഫ്രസ്ട്രേഷനോ സ്ട്രെസ്സോ ഈ പറയുന്ന പത്തോളജിക്കൽ ജലസോ ഒക്കെ അവർ തന്നെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു നാൾ ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കും അവരുടേതായിട്ടുള്ള ഇമേജ് പോകുന്നുണ്ട്. അത് പലപ്പോഴും ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവരുടെ ഇമേജ് തകർക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വാല്യൂ സിസ്റ്റമോ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിലുള്ളൊരു വാല്യൂ സിസ്റ്റമോ തകർത്തെറിയാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ തന്നെയാണ് ആ മൂല്യച്യുതിയിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, നിലപാടുകൾ? ഇപ്പം നമ്മൾ പറയും ഈ സോഷ്യൽ ലിറ്ററസി അല്ലെ ഡിജിറ്റൽ ലിറ്ററസിയിലൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പരിപാടി ചെയ്യുന്നത് കൊണ്ടോ അല്ലെ ഒരു പരിപാടി കാണുന്നത് കൊണ്ടോ അത് അപ്പാടെ അവരുടെ മനസ്സിലേക്ക് എടുക്കണമെന്നില്ല. അപ്പോൾ നമ്മളൊരു പരിപാടി കണ്ടു കഴിഞ്ഞാൽ അതിനെ ലോജിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം കാണുന്നു, അത് അതേപോലെ തന്നെ നമ്മൾ മോഡലിംഗ് ആയിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ അത് അതേപോലെ തന്നെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയല്ല വേണ്ടത്. അതിന് എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ മൂല്യമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അത് എൻ്റെ ജീവിതത്തിൽ വാലിഡാണ്. അപ്പോൾ ആ ഒരു പേഴ്സണൽ വാലിഡേഷന് അതിനെ നമ്മൾ ഉപകാരപ്പെടുത്തണം. അത് പറഞ്ഞപ്പോഴും സിസ്റ്റർ, നമുക്കിപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ്, ആ ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതില്ലാതെ നമുക്ക് സാധിക്കില്ല. ഒത്തിരി പേര് ഇതൊരു ഉപജീവന മാർഗമായി കാണുന്നവരുണ്ട്. പക്ഷെ ഇവർക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ഇങ്ങനെയുള്ള മോശമായുള്ള കമന്റ്സ് ഒക്കെ ഇവരെ വളരെ തളർത്തുന്നതും ഇവരെ ആ ഒരു ജോലിയിൽ നിന്നിട്ട് പോകുന്നതൊക്കെ. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഇവരെ എങ്ങനെയാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുക? ഓക്കെ, നമ്മൾ പറയുന്നത് ഇപ്പം ആദ്യമേ തന്നെ നമ്മൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. കാരണം ഞാനൊരു മുറിയിലിരുന്ന് ഒരാളോട് സംസാരിക്കുന്നത് പോലെ അല്ല നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോഴത്തേക്കും. അത് കോടാനുകോടി ആൾക്കാരുടെ അടുത്തേക്ക് എത്താം, അല്ലെങ്കിൽ ആയിരങ്ങളുടെ അടുത്തേക്ക് എത്താം, ലക്ഷങ്ങളുടെ അടുത്തേക്ക് എത്താം. അപ്പോൾ വിവിധ തരത്തിലുള്ള മനസ്ഥിതിയും മാനസിക അവസ്ഥയും മനോഭാവങ്ങളുമായിട്ടിരിക്കുന്നവരുടെ അടുത്തേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ഇപ്പം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നമ്മൾ പറയും, അയ്യോ ഞാനിത് വളരെ പ്രയോജനപ്രദമായിട്ട് ഞാനിത് കുടിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവനൊരു വെള്ളം കുടിച്ചിട്ട് ഇത് മാത്രം പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളമില്ലാത്ത നാടുകളിൽ ഒരു വണ്ടി വെള്ളം എത്തിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം എത്തിച്ചതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ചിലർ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് കാണുന്നവരുടെ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അവരെവിടെയാണോ അവിടുത്തെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ വെള്ളപ്പൊക്കമായിട്ട് ആൾക്കാർ അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒരാളൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ അവർ ആവിഷ്കരിക്കുമ്പോൾ അത് അയാളുടെ മനസ്ഥിതിയും അയാളുടെ മനോഭാവവും അയാൾക്കൊരു ടാർഗറ്റുമുണ്ട്. മേ ബി ചിലപ്പോൾ അത് ഞാനുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല,
ഇപ്പം ഞാനുമായിട്ട് അതിനൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ എനിക്ക് അതൊരു പ്രയോജനം തരുന്നില്ല എന്നോർത്തുകൊണ്ട് അത് ചീത്തയാണെന്ന് പറയാനായിട്ട് സാധിക്കുമോ? സാധിക്കില്ല. ഇല്ല. വിശപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ പറയണ വയറ് നിറഞ്ഞ് ഇനി ഒരല്പം പോലും ഇടമില്ല കഴിക്കാൻ എന്ന് പറഞ്ഞ് നിൽക്കുന്നവൻ്റെ മുൻപിലേക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവനത് വേസ്റ്റാണ്. പക്ഷേ ആ ഭക്ഷണം വേസ്റ്റ് അല്ല, ആ ഒരു സമയത്ത് അവന് ആ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ആ ഭക്ഷണം എന്ന് പറയുന്നത്, ആ ഭക്ഷണത്തിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും അവിടെ ഉണ്ട്. അത് വിശന്നിരിക്കുന്ന ഒരുത്തൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവനത് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ചിലർ പറയും, അയ്യോ ആ ഒരു ചെറിയ കാര്യമാണെങ്കിൽ ഞങ്ങൾക്ക് എത്രമാത്രം ഇൻഫർമേഷൻ കിട്ടി. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പറയാനാണോ വന്നിരിക്കുന്നത്. പക്ഷേ അപ്പം നമ്മൾ ഓർക്കേണ്ടത്, അത് ആവശ്യക്കാരുണ്ടാകും, നമ്മളതിന് ചീത്ത പറയേണ്ട ഒരു കാര്യമില്ല. അപ്പം ഇവിടെയാണ് നമ്മൾ പറഞ്ഞൊരു ബോൾഡ്നെസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്കുള്ള ഒരു ഫ്രീഡം സ്പേസ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് ഏറ്റെടുക്കാനുള്ള ഒരു സ്പേസ് അവിടെയുണ്ട്, അതെടുത്താൽ മതി. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എടുക്കാൻ പോവണ്ട. ഇപ്പോൾ ചിലരൊക്കെ നമ്മൾ പറയത്തില്ലേ, ചില പ്രോഗ്രാംസ് ഒക്കെ എയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പറയും, ഇനി അതിൻ്റെ അകത്ത് വരുന്ന ബാക്കി നെഗറ്റീവ് കമൻസ് എടുത്തിട്ട് അത് ഓർത്തിരുന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. സോ അതിൻ്റെ പാർട്ടാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമോഡിറ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രൊഡക്ഷനിൽ അതിനെ വേസ്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുമുണ്ട്, അതിനെ സ്വാംശീകരിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെയാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലും സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, ചില ആളുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന പല കാര്യങ്ങളും അതിലൂടെ ഒരു സമൂഹത്തെ തന്നെ, അല്ലെങ്കിൽ ഒരു കുടുംബം തന്നെ നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഉണ്ട്. ഇപ്പം ഇന്നത്തെ ഒരു സമ്പ്രദായത്തിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ഞാൻ ലൈവിലേക്ക് കൊണ്ടുവരുന്നു, അതിടുന്നു. എന്നാൽ അത് എനിക്ക് മാത്രം ഇഷ്ടപ്പെടാത്തതാണെന്നോ, അല്ലെങ്കിൽ ആ ഒരു സാന്ദർഭികമായിട്ട് അതുണ്ടായതാണെന്നോ ചിന്തിക്കാതെ വേറൊരാളുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം വച്ചുകൊണ്ട് അയാളെ ഒരു തേജോവധം ചെയ്യുന്ന ചില കൾച്ചറിലേക്കൊക്കെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരാളോ രണ്ടാളോ ചെയ്ത കാര്യത്തിന് ആ ഒരു സമൂഹത്തെ തന്നെ ജനറലൈസ് ചെയ്ത് അതിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന കുറേ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ സാക്ഷര കേരളത്തിൽ ഇനി ഒരു ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു കാര്യം അഭേദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വളരെ മാൻഡേറ്ററി ആയിട്ടും വളരെ വിവേകപൂർവ്വം നമ്മൾ ഓരോരുത്തരും കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മൂർച്ചയേറിയ ഒരു കത്തി പോലെയാണ്, അല്ലെങ്കിൽ ഒരു തീയെ പോലെയാണ്. അത് ശുദ്ധീകരിക്കാനും ഉപകരിക്കും, നശിപ്പിക്കാനും ഉപകരിക്കും. അപ്പോൾ ഒരു ശുദ്ധീകരണ കർമ്മമോ, അല്ലെങ്കിൽ അത് നന്മയ്ക്കായിട്ട് ഉപകരിക്കുന്ന രീതിയിലോ അത് ഉപയോഗപ്പെടുത്താനായിട്ട് നമ്മുടെ കുട്ടികളും നമ്മൾ ഓരോരുത്തരും വളരേണ്ടിയിരിക്കുന്നു. പ്ലാറ്റ്ഫോമും കുട്ടികളും തമ്മിലൊരു അഭേദ്യമായിട്ട് ബന്ധമുണ്ട്. അവരെങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്? കാരണം കുട്ടികൾ അത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെപ്ത് മീനിങ്ങിലേക്ക് ചിലപ്പോഴൊക്കെ പോകാൻ സാധിക്കാതെ വരും. ഇപ്പോൾ നമുക്ക് ജീവിതത്തെക്കുറിച്ചൊക്കെ പറയാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ജീവിച്ച് നമുക്ക് ആ ഒരു ജീവിതത്തിൻ്റെ കുറേ അനുഭവങ്ങൾ നമ്മുടെ കയ്യിലുള്ളപ്പോഴാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ മാനസികാരോഗ്യ ഫീൽഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ, ഒരു മെൻ്റൽ ഹെൽത്ത് ഫീൽഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴും ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിച്ചിറങ്ങി വന്ന തിയറിറ്റിക്കൽ നോളജ് മാത്രമായപ്പോൾ ഉണ്ടായ മനോഭാവമോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഇൻ്ററാക്ഷനോ അല്ല കുറേ നാളുകൾക്ക് ശേഷം നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം, ലേണിംഗ് ഫ്രം ദ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം, ജീവിത അനുഭവങ്ങൾ എന്ന് പറയുന്ന കാര്യം വളരെ നമുക്ക് വേറെ ഒരു യൂണിവേഴ്സിറ്റിയിലും തരാൻ പറ്റാത്തൊരു കാര്യം. സിസ്റ്റർ, നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം വിദ്യാർത്ഥികളിൽ എങ്ങനെയാണ് അവരെങ്ങനെയാണ് ബാധിക്കുന്നത്? കാരണം നമുക്കറിയാം, ഒരു വിരൽത്തുമ്പിൽ എല്ലാ അറിവും കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് മോശമാണോ, നല്ലത് ഏതാ, ചീത്ത ഏതാണെന്ന് കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇവിടെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരു നല്ല ഡിസിപ്ലിൻ
കുഞ്ഞുങ്ങൾക്ക് വേണം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിരൽത്തുമ്പിൽ ഏത് തരത്തിലുള്ള വിവര സാങ്കേതികമാണെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആണെങ്കിലും എന്തും കിട്ടാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെ മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും അല്ലെ കുടുംബത്തിലെ മറ്റുള്ളവർക്കും സമൂഹത്തിനും വലിയൊരു കടപ്പാടുണ്ട്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലതേത് ചീത്തയേത് എന്നുള്ള രീതിയിൽ കൃത്യമായ ഒരു വേർതിരിവോട് കൂടിയോ ഡിസേൺമെൻറ്റോട് കൂടിയോ അല്ല അവർ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അവിടെ അവർ കാണുന്നത് എന്താണ്, അവരെന്തൊക്കെ കാണണം, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ വിഷയങ്ങളിലേക്ക് അവർ കടന്ന് ചെല്ലണ്ട എന്നുള്ള കാര്യത്തിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്ന ഒരു ഡിജിറ്റൽ ഡിസിപ്ലിൻ അപ്പോൾ മക്കളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കണം. ഇപ്പം എനിക്കറിയാം ചില കുട്ടികൾ ഇതേപോലെയുള്ള അശ്ലീലകരമായിട്ടുള്ളതും അല്ലെങ്കിൽ അവരുടെ ബുദ്ധിക്കോ ഭാവനകൾക്കോ അവരുടെ ഇമോഷനോ ദഹിക്കാത്ത രീതിയിലുള്ള ചില പ്രോഗ്രാമുകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇൻട്രൂസീവായിട്ടുള്ള തോട്ട്സിൽ, അതായത് അമിതമായ ചിന്ത അതിലേക്ക് തന്നെ പോയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, വേറൊരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അപ്പോൾ ഉൾവലിഞ്ഞു പോവുകയും അതോടൊപ്പം പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലേക്കും വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡിജിറ്റൽ ലിറ്ററസി എന്ന് നമ്മൾ പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ജീവിക്കുന്നവർക്ക്, ഓരോ സ്റ്റേജിലും ഉള്ളവർക്ക് അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഇത് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള ഒരു ഡിസിപ്ലിൻ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. അതിന് പൂർണ്ണമായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മളതിന് വിധേയരാവണം. നമ്മളിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചിട്ട് വേറൊരാളുടെ ജീവിതം വഴിമുട്ടി നിൽക്കരുത്. അല്ലെങ്കിൽ കുട്ടികൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു പരിരക്ഷ കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർ വഴിതെറ്റി പോകരുത്. അപ്പോൾ ഒരു ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള ഒരു ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ യൂസേജിലേക്ക് അല്ലെ സോഷ്യൽ മീഡിയ യൂസേജിലേക്ക് കടന്നു വരാനായിട്ട് ഇന്ന് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നന്ദി സിസ്റ്റർ. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി ഇതേ ദിവസം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.